അൻപുവാനേ കേട്ടോ കാതിൽ നിന്നിൽ നിന്നും വാനദൂത പാടും നാദം രാവിൽ. സ്ത്രീകൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മനമറിയിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്മസ് കൂടി എത്തിയിരിക്കുന്നു. അതേ ഏജൻ 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ബെത്ലഹേമിൽ ഒരു പാതിരായിക്ക് ഒരു പുൽത്തൊട്ടിയിൽ മറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി ലോകരക്ഷകനായ മിശിഹ മനുഷ്യനായി അവതരിച്ച ആ പുണ്യദിനത്തിന്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് നാം ഓരോ ഡിസംബർ 25-ഉം ക്രിസ്തുമസായി ആചരിക്കുന്നത്. ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ക്രിസ്തുമസ് നക്ഷത്രം തന്നെയാണ്. അതേ ഏജൻ കിഴക്കിൽ നിന്നും യേശുവിനെ കാണുവാനായി വന്ന 3 ജ്ഞാനികളെ പറ്റി വിശുദ്ധഗ്രന്ഥത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ ജ്ഞാനികളെ പുൽക്കൂട്ടിലേക്ക് വഴികാട്ടിയ ആ നക്ഷത്രത്തെ അനുസ്മരിച്ചാണ് ലോകത്ത് ക്രിസ്തുമസിന് നക്ഷത്രം വെക്കുന്ന പതിവ് ആരംഭിച്ചത്. കൂടാതെ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ടല്ലോ, ഈ നക്ഷത്രം യേശു പറഞ്ഞ സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു. ജ്ഞാനികൾ അത് കണ്ടപ്പോൾ സന്തോഷിച്ചു. ഇന്ന് ക്രിസ്തുമസിന് നമ്മുടെ ഭവനങ്ങളിൽ ഈ നക്ഷത്രം തൂക്കുമ്പോൾ അത് ലോകത്തോട് വിളിച്ച് പറയുന്നത് ഇത് ബെത്ലഹേമിൽ യേശുവിനെ ചൂണ്ടിക്കാണിച്ച അതേ നക്ഷത്രം തന്നെയാണ് എന്നാണ്. ഇന്നത് എൻ്റെ ഭവനത്തിൽ എൻ്റെ വീടിന് മുൻപിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശു ഈ ഭവനത്തിൻ്റെ ഈ കുടുംബത്തിൻ്റെ നാഥനും രാജാവുമാണ് എന്നൊക്കെയാണ്. യേശുവാണ് എൻ്റെ കുടുംബത്തിൻ്റെ ശിരസ്. മാത്രവുമല്ല, ഇന്നത്തെ ഈ ലോകത്തിൽ നാം ഓരോരുത്തരും നക്ഷത്രങ്ങളായി മാറണം എന്ന വലിയൊരു സന്ദേശവും ഇത് നൽകുന്നുണ്ട്. യേശുവിനെ അറിയാത്തവരെ യേശുവിലേക്ക് വഴി കാട്ടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന വലിയൊരു സന്ദേശം നക്ഷത്രം നമുക്ക് നൽകുന്നു. ആയതിനാൽ ക്രിസ്മസിന് നക്ഷത്രം തൂക്കി ആഘോഷിക്കുവാൻ നാം ഒരിക്കലും മറക്കരുത്. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. Thank you.